ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു നെയ്മീൻ കറി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെയ്മീൻ കറിയാണിത്. ഇതിനായി 1/2 കിലോ നെയ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 20 ചെറിയ ഉള്ളി, 10 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി എല്ലാം ചെറുതായി അരിഞ്ഞു വെക്കണം. 6 പച്ചമുളകും 2 തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ 2 കുടംപുളി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി അല്പം വെള്ളമൊഴിച്ച് ഒന്ന് പേസ്റ്റാക്കി വെക്കണം. പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാവുമ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റാം. ഇപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഉലുവയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കാണൂ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി പേസ്റ്റാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. 2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കണം. നന്നായി തിളച്ച് വരുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യം തന്നെ എടുത്തു വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ആദ്യം തന്നെ കൃത്യം കണക്കൊക്കെ അനുസരിച്ച് എടുത്ത് വയ്ക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് ഓരോ ടൈമിൽ അതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഇപ്പോൾ അതിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തു. ഇനി നെയ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ച നെയ്മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്മീൻ തന്നെ വേണമെന്നില്ല, മറ്റേത് ഫിഷാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. 2 തക്കാളി കട്ട് ചെയ്ത് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്മീനും തക്കാളിയും എല്ലാം നന്നായി വെന്ത് വരുന്നത് വരെ ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം. തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. ലൈക്ക് ചെയ്യാനും മറക്കരുത്.